ഇപ്പോൾ നമ്മുടെ മെർമെയ്ഡ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്ലേ വെച്ചങ്ങാണ്ട് ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിന് പെയിൻറ്റ് അടിക്കാറുള്ളൂ. ഇവിടെ ഞാൻ മുടി വെക്കുന്നതിന് മുമ്പെയാണ് മെർമെയ്ഡിന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മുടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെയിൻറ്റ് അടിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ആദ്യമേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ആദ്യം ഞാൻ ലിപ്സിന് ലൈറ്റ് പിങ്ക് ഷെയ്ഡൊന്ന് അടിച്ചു കൊടുത്തു. അതെനിക്ക് അത്ര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ണുകളും ഐബ്രോസും വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണുകൾ ബ്രൗൺ കളർ വെച്ചും പുരികം ആദ്യം ബ്രൗൺ വെച്ചും പിന്നീട് ബ്ലാക്ക് വെച്ചുമാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ബ്ലൂ തീമിലാണ് മെർമെയ്ഡിനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് മെർമെയ്ഡിൻ്റെ ബാക്കി ഭാഗങ്ങളിലെല്ലാം ബ്ലൂ കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉപയോഗിച്ചും കണ്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. വാലിൻ്റെ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലൂവും കുറച്ചധികം ഗ്രീനും മിക്സ് ചെയ്ത് നല്ല ലൈറ്റ് ഷെയ്ഡാക്കി കണ്ടാണ് അടിച്ചു കൊടുത്തത്. അതിനുശേഷം ഡാർക്ക് ബ്ലൂ വെച്ചും ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. പിന്നെ കുറച്ച് ഗ്ലേസിങ് തോന്നിക്കാൻ വേണ്ടിയിട്ട് സിൽവർ കളറും ഒരു തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടി വെച്ച് കൊടുത്തതിന് ശേഷം പെയിൻ്റ് അടിക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാനായിട്ട് ആദ്യമേ ക്ലേയിൽ കുറച്ച് ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ മെർമെയ്ഡ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയൊരു സ്റ്റെപ്പാണ് അതിന് മുടി വെച്ച് കൊടുക്കുക എന്നുള്ളത്. ആദ്യം ഞാൻ 1-2 തവണ ചെയ്ത് നോക്കി, പക്ഷേ അപ്പോഴൊന്നും അങ്ങോട്ട് സെറ്റായി വന്നില്ല. 3-ാമത്തെ തവണ ചെയ്തപ്പോഴാണ് മുടി ഒന്ന് സെറ്റായത്. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മുടി കിട്ടിയിട്ടുണ്ട്. ഇനി മെർമെയ്ഡിൻ്റെ ഇരിപ്പിടത്തിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അതും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നീല കളർ അടിച്ചിട്ടില്ല. ഇതിൻ്റെ മേലെ വെച്ചിരിക്കുന്ന ഷേപ്സിനൊക്കെ ബ്ലൂ ആയിട്ട് ചേർന്ന് പോകുന്ന ഒരു കളറാണ് സെലക്ട് ചെയ്തും കണ്ട് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി മെർമെയ്ഡിനെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ക്ലേ വെച്ചിട്ട് പല പല ഷേപ്സ് ഉണ്ടാക്കിയിട്ട് ഗ്യാപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ അതൊക്കെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ മെർമെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മെർമെയ്ഡിനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.